ഇന്നത്തെ ഒരു വലിയ വിശേഷം എന്ന് വെച്ചാൽ ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പോര് നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ കാര്യവട്ടം വലിയ ആവേശത്തിലാണ്. പരമ്പരയിലെ അവസാന മത്സരം വൈകുന്നേരം 7 മണിക്ക് നടക്കും. സ്വന്തം മണ്ണിൽ ആദ്യ മത്സരത്തിൽ ഒരുങ്ങുകയാണ് സഞ്ജു സാംസൺ. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നിപ്പോൾ ഉച്ച മുതൽ തന്നെ ഗതാഗത നിയന്ത്രണങ്ങളുമുണ്ട്. ഹാൻസ് വിവരങ്ങളുമായി നമുക്ക് തത്സമയം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസേ, ഗുഡ് മോർണിംഗ്. സഞ്ജു സാംസൺ ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. 2020 മത്സരമാണെങ്കിലും എല്ലാ കണ്ണുകളും സഞ്ജുവിലേക്കാണ്. സ്വന്തം നഗരമാണ്. ആ നഗരത്തിൽ സഞ്ജു മിന്നിക്കുമോ, സഞ്ജു കസറുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ടീം പൂർണ്ണമായിട്ടും സെറ്റല്ലേ ഹാൻസേ? സേതു, ഗുഡ് മോർണിംഗ്. കാര്യവട്ടത്ത് വീണ്ടും ഒരു ക്രിക്കറ്റ് ആരവം വന്നിരിക്കുകയാണ്. സേതു പറഞ്ഞതുപോലെ തന്നെയാണ്, ഇന്നത്തെ കളി ഏറ്റവും നിർണായകമാണ്, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമാണ്. സഞ്ജു സാംസൺ ആദ്യമായി തിരുവനന്തപുരത്ത് ഒരു ഇന്റർനാഷണൽ മത്സരത്തിൽ കളിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. സഞ്ജുവിന്റെ ഒരു പടകൂറ്റൻ ഒരു കട്ടൗട്ട് തന്നെയാണ് ഇവിടെ ഫാൻസ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 50 അടിയോളം ഉയരത്തിലാണ് സഞ്ജുവിന്റെ കട്ടൗട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രയധികം ആവേശത്തോടെയാണ് ഈ കാര്യവട്ടത്തെ കളിയെ എല്ലാവരും നോക്കിക്കാണുന്നു. ഒപ്പം തന്നെ നമ്മൾ ടിക്കറ്റ് സെയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും ഉണ്ട് ആവേശം. ഏകദേശം 40,000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റിയാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനുള്ളത്. പക്ഷേ ഇതിനോടകം തന്നെ 32,000-ലധികം സീറ്റുകൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ വിറ്റ് തീർന്നു. പിന്നീട് ബാക്കി കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അത് KCA ഔദ്യോഗികമായി അവരുടെ പക്കലുള്ളതാണ്. ബാക്കി ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റ് കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ അപ്പുറത്തെ വശത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു കട്ടൗട്ട് ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്നത്തെ കളിയെ സംബന്ധിച്ചിടത്തോളം ആരാധകർ വലിയ ആവേശത്തിലാണ്. വലിയ തിരക്ക് ഈ കളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി തന്നെ ആരാധകരെ ഞാനിപ്പോൾ നിൽക്കുന്ന കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കും. നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. അതിനോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കൃത്യം 7 മണിക്ക് തന്നെ കളി ആരംഭിക്കും. സഞ്ജു ടീമിലുണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ഉള്ളത്. പക്ഷേ 90% സഞ്ജു ടീമിലുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. പക്ഷേ അതിലൊരു ആശങ്ക നിലനിൽക്കുന്നത്, ഇന്നലെ നെറ്റ്സിൽ പരിശീലനം നടന്ന സമയത്ത് ഇഷാൻ കിഷൻ, കഴിഞ്ഞ കളിയിൽ പരിക്ക് കാരണം കളിക്കാതിരുന്ന ഇഷാൻ കിഷൻ 1.5 മണിക്കൂറോളമാണ് നെറ്റ്സിൽ പരിശീലനം നടത്തിയത്. ഒപ്പം ശ്രേയസ് അയ്യറും കഴിഞ്ഞ 4 കളികളിലും കളിക്കാതിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു ശ്രേയസ് അയ്യറും ഇന്നലെ 1.5 മണിക്കൂറോളം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഒരു വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഇഷാൻ കിഷൻ ഇന്ന് വരുമോ, സഞ്ജുവിന് വിക്കറ്റിംഗ് കിട്ടില്ലയോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സഞ്ജു ആണെങ്കിൽ ഇന്നലെ അരമണിക്കൂറോളം മാത്രമാണ് പരിശീലനം നടത്തിയത്. അതിലാണെങ്കിൽ പോലും വിക്കറ്റ് കീപ്പിംഗ് ഉണ്ടായിരുന്നില്ല. ബാറ്റിങ്ങും അതിനോടൊപ്പം തന്നെ ഫീൽഡിങ്ങും പരിശീലനം മാത്രമാണ് സഞ്ജു നടത്തിയത്. പക്ഷെ അപ്പോഴും ആശങ്കയുണ്ട്. പക്ഷെ അപ്പോഴും സഞ്ജു ഉണ്ടാകില്ല എന്നുള്ള ഒരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഇതിലാണ് ആരാധകർ ഉള്ളത്. സഞ്ജു 90% സഞ്ജു കളിക്കും. അതിനോടൊപ്പം തന്നെ കാര്യവട്ടം പിച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ റൺസ് ഒരുപാട് വരുന്ന ഒരു പിച്ച് കൂടിയാണ് കാര്യവട്ടത്തെ. കഴിഞ്ഞ തവണത്തെ 2020 മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ കൂറ്റൻ സ്കോറുകൾ ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 മത്സരത്തിൽ 200-ന് മേളിലൊക്കെ സ്കോർ കാര്യവട്ടത്തു നിന്ന് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പുരുഷ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ കൂറ്റൻ സ്കോറുകൾ കാര്യവട്ടത്ത് ഉയരുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ട്രീറ്റ് തന്നെയായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ 2 ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വിജയം അനിവാര്യമാണ്. 2020 വേൾഡ് കപ്പിന് മുന്നിലുള്ള ഒരു ഔദ്യോഗിക അവസാന ഇന്റർനാഷണൽ മത്സരം കൂടിയാണ് നടക്കാൻ പോകുന്നത്. ആവേശ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. അപ്പോൾ നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്തുകാര് വലിയ ആവേശത്തിൽ തന്നെയായിരിക്കും. സഞ്ജുവിനും പറഞ്ഞ പോലെ ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ.